കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കെ രാഗേഷ്, താങ്കൾ ചോദ്യം ചോദിച്ച് ശരിയായില്ല, എന്തിനാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചോദ്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഓഹരി കൈമാറ്റവും നടത്തിയിട്ടില്ല, അതിൽ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തുന്നത്, ചില മാധ്യമങ്ങളാണ് ഇതിന് പിന്നിൽ, കാര്യങ്ങൾ അറിയാമെന്നാണ്. ഇവിടെ ചോദ്യം ഒന്ന് വളരെ പ്രസക്തമായ ചോദ്യം അതല്ലേ, സർക്കാർ അറിയാതെ എങ്ങനെയാണ്, മുൻകൂർ അനുമതി നേടാതെ എങ്ങനെയാണ് സെബിക്ക് അദാനി കമ്പനി കത്ത് കൊടുക്കുന്നത്? വലിയ തെറ്റിദ്ധരിപ്പിക്കൽ, ആ കള്ളം പറച്ചിൽ മുഖ്യമന്ത്രി അങ്ങനെ തന്നെ തുടരുകയാണ്. അല്ല, അതില് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലാണ് കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നല്ല, കേരളത്തിലെ ഏതൊരു പൗരൻ ചോദ്യം ഉന്നയിക്കുമ്പോഴും അതിന് ഉത്തരം പറയാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതിന് മറുപടി പറയുന്നതിന് പകരം ഇങ്ങനെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം എന്ന് ചോദിക്കാൻ മുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും അവകാശമുണ്ട്, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് താല്പര്യമുണ്ട്, ചോദ്യം ചോദിക്കാനുള്ള അർഹതയുണ്ട്. പിന്നെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഇതിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. എന്റെ ഉത്തമ ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചത്. എന്തടിസ്ഥാനത്തിലാണ്? സാധാരണ കരാറ് പ്രകാരം കൃത്യമായി കരാറിൽ വ്യവസ്ഥയുണ്ട്. വിഴിഞ്ഞത്തിന്റെ ഓഹരി 25% കൂടുതൽ ഓഹരി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പാണ്. ആ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് വരുന്ന സമയത്ത് കൈമാറ്റം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതിയില്ലാതെ എങ്ങനെയാണ് അദാനിക്ക് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുക? അങ്ങനെ ഒരു ധൈര്യം എങ്ങനെയാണ് വിഴിഞ്ഞം ഈ പറയുന്ന AVPPL-ന് കഴിയുക? അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന് എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് അനുമതി നൽകി എന്നാണ് അർത്ഥം. നിങ്ങൾ കാര്യങ്ങളുമായിട്ട് നീക്കിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അതിനർത്ഥം. അങ്ങനെ പറയാതെ സെബിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഒരു കാരണവശാലും വിഴിഞ്ഞം പോർട്ട്, അദാനി പോർട്ട് അധികൃതർക്ക് സാധിക്കില്ല. അപ്പൊ മുൻകൂട്ടി കൃത്യമായി വാക്കാനുള്ള അനുമതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പൊ അതിന് തടസ്സം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ തടസ്സങ്ങളൊക്കെ നീക്കുക. അതാണ് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ, ഇത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുന്നതാണ്. എംപവേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആരാ? എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ മേധാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. അതിന് പറ്റുന്ന വിധത്തിൽ വിഴിഞ്ഞം പോർട്ടിനെ അദാനിക്ക് ഇവിടെ താല്പര്യത്തിനനുസൃതമായി കൈകാര്യം ചെയ്തതിനു വേണ്ടിയുള്ള വകുപ്പുകൾ ഉൾപ്പെടെയാണ് ശ്രീ VD സതീശൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് മറുപടി പറയണം. ഒറ്റ കാര്യം അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു മുഖ്യമന്ത്രിയാകുമെന്ന്. അദ്ദേഹം മംഗലാപുരത്തേക്ക് യാത്ര നടത്തിയില്ലേ? അദാനി അധികൃതരെ കണ്ടില്ലേ? അങ്ങനെ യാത്ര നടത്തിയപ്പോ ആ യാത്ര നടത്തുന്നതിനോട് ഉപയോഗിച്ചുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റിന് ലക്ഷക്കണക്കിന് രൂപ ആര് നൽകി? ശ്രീ VD സതീശൻ നൽകിയോ? അദ്ദേഹം നൽകിയില്ലെങ്കിൽ മറ്റാരാണ് നൽകിയത്? 10-40 ലക്ഷം രൂപ വരുമല്ലോ ചാർട്ടേഡ് ഫ്ലൈറ്റിന്. ആ തുക ആര് നൽകി? അദ്ദേഹം പറയണ്ടേ? അതെങ്കിലും അദ്ദേഹം പറയാൻ തയ്യാറാവണ്ടേ? കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അതിനു പകരം തിരിച്ച് ചില കാര്യങ്ങൾ, എന്താ KK രാഗേഷിന് കാര്യം, എന്താ നാട്ടുകാർക്ക് കാര്യം, എന്റെ കാര്യമല്ലേ എന്നല്ലല്ലോ അദ്ദേഹം പറയേണ്ടത്. നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ട്, താല്പര്യമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ശ്രീ VD സതീശൻ വേണ്ടത്. അല്ലാതെ ഇമാതിരി തൊടു ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത്. ശ്രീ രാഗേഷ്, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടെ. അതായത് ഈ MSC ഇത്തരത്തിൽ ഓഹരി വാങ്ങാനും നീക്കം നടത്തുന്നതായിട്ട് അത് അന്ന് പിണറായി സർക്കാരിന് അറിയാമായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കുക, ഒരു കള്ളം പറച്ചിൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. താങ്കൾ നിരന്തരം ആ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിയാമായിരുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. ആദ്യം പറഞ്ഞത് ഇത് സർക്കാർ ഒന്നും ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല ഓഹരി കൈമാറി എന്നുള്ളത്, ഓഹരി കൈമാറ്റത്തിന് നീക്കം നടക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ MSC കമ്പനിയുടെ ഒരു നീക്കത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ VD സതീശൻ പറയുന്നത് പോലെ? അദ്ദേഹം പെരുന്നുണ പറയുകയാണ്. തെളിയിക്കട്ടെ, അദ്ദേഹം പെരുന്നുണ പറയുകയാണ്. ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.
മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ തുടർച്ചയായി പെരുന്നുണ പറഞ്ഞ് അപഹാസ്യനാവരുത്. അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഒരു പേരും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന് കൂടെ ചേർത്ത് നുണ എന്ന് പറയുന്ന വാക്കും കൂടി ചേർത്തിട്ട് ഒരു പേരും വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപഹാസ്യനാവരുത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് തുടർച്ചയായിട്ട് നുണ പറയാൻ വേണ്ടി കഴിയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു സമീപനം സ്വീകരിച്ചത്? നുണ പറയുകയാണ്. അത്തരം ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നീക്കത്തിനും അന്നത്തെ സർക്കാർ അനുമതി നൽകുമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു അനുമതി നൽകിക്കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ താല്പര്യത്തിനെതിരാകും. ഒന്നാമത്തെ പ്രശ്നം എന്താ? ഇപ്പോ നേരത്തെ ചിലർ പറഞ്ഞു കേട്ടത് അവിടെ MSc വന്നു കഴിഞ്ഞ് MSc ഇപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. MSc വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പുതിയ കാര്യം നടക്കുമെന്നാണ് ചിലർ പറയുന്നത്. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് MScയുടെ എത്ര കപ്പലുകൾ അവിടെ വന്നു? 100 കണക്കിന് കപ്പലുകൾ വന്നില്ലേ? MScയുടെ ഓപ്പറേഷനും MScക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ ഷെയർ കൈമാറ്റവും രണ്ടും രണ്ടാണ്. ഷെയർ കൈമാറ്റം ചെയ്യപ്പെടുന്നതോടുകൂടി MSc എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് ആ കമ്പനിയുടെ താല്പര്യാർത്ഥം മാത്രം പിന്നീട് വിഴിഞ്ഞത്തിൽ ഓപ്പറേഷൻ നടക്കും. അപ്പോൾ വിഴിഞ്ഞത്ത് കുത്തകവൽക്കരണം നടക്കും. അവിടെയുള്ള അനുബന്ധ വികസനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇന്ത്യൻ നേവി സ്ഥലത്തിന് വേണ്ടി ചോദിച്ചു. രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉൾപ്പെടെ കൈകാര്യം ചെയ്തുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് കരാറിൽ വ്യവസ്ഥ. അവിടെ സ്ഥലത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ആ സ്ഥലം നൽകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള സമീപനമാണ് നേരത്തെ അവിടെ സ്വീകരിച്ചിരുന്നത് അദാനി അധികൃതർ. കാരണം അവർക്ക് നമ്മൾ സ്ഥലമൊക്കെ കൈമാറിയിട്ടുണ്ട്, അത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താവശ്യത്തിന് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ വിഴിഞ്ഞം പോർട്ടിന്റെ അനുബന്ധ വികസനങ്ങൾ, ആ വികസനങ്ങളൊക്കെ കുത്തകവൽക്കരിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അദാനിയുടെയും അതുപോലെ തന്നെ വിദേശ ഭീമന്മാരുടെയും താല്പര്യാർത്ഥം മാത്രം നടക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന് എതിരായിട്ടുള്ള ഒന്നായിട്ടാണ് അത് മാറുക. അതോടൊപ്പം തന്നെ നാടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നതിന് സമാനമായിട്ട് അത് മാറും. അതോടൊപ്പം തന്നെ ഈ പോർട്ട് അനുബന്ധ വികസനങ്ങളെ അത് വളരെ ഗുരുതരമായ വിധത്തിൽ ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇതിനൊക്കെ ശ്രീ VD സതീശൻ ഉത്തരം പറയട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കാൽ അനുമതിയില്ലാതെ അദാനി അധികൃതർക്ക് ഈ ഷെയർ വിൽക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് എങ്ങനെയാണ് നീങ്ങാൻ വേണ്ടി കഴിഞ്ഞത്? മുൻകൂട്ടി അനുമതി വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സെബിക്ക് എങ്ങനെ അപേക്ഷ കൊടുത്തത്? ആ നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ള അദാനി അധികൃതർക്കെതിരായിട്ട് മുഖ്യമന്ത്രി നോട്ടീസ് അയക്കൂ, സർക്കാർ നോട്ടീസ് അയക്കുമോ? ആർബിട്രേഷന് പോകുമോ? നടപടികളിലേക്ക് നീങ്ങുമോ? അതിനല്ലേ ഉത്തരം പറയേണ്ടത്. അപ്പൊ എങ്ങനെ ഈ ധൈര്യം കിട്ടി എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അതിന് ഉത്തരം പറയട്ടെ ബന്ധപ്പെട്ടവർ ആദ്യം. ശരി, വളരെ നന്ദി ശ്രീ KK രാഗേഷ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.